അഭിമന്യു ഞാനാ. അന്വേഷണം എന്തിനായിരുന്നു? നിന്റെ പേരും വിക്രിയകളും ഒക്കെ അറിയാമായിരുന്നുള്ളൂ. ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാ നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിലോ കോഫി ഷോപ്പിലോ മതിയായിരുന്നല്ലോ. അവിടെയൊക്കെ വെച്ചുള്ളൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള യോഗ്യത നിനക്കില്ലെന്ന് വെച്ചോ. നിനക്ക് പറ്റിയതേ ഈ ലോക്കൽ സ്ഥലമാ. എന്റെ യോഗ്യതയ്ക്ക് തന്ന സർട്ടിഫിക്കറ്റ് നന്നായിട്ട് ബോധിച്ചു. ഇനി നിങ്ങൾ ആരാണെന്നും കൂടെ പരിചയപ്പെടുത്തിയാൽ വളരെയധികം നന്നായിരുന്നു. എന്റെ പേരും നാളും ഒന്നും നീ ഇപ്പൊ അറിയണ്ട. പക്ഷേ ഞാൻ ആരാണെന്ന് നീ അറിയും. നിന്റെ പോക്ക് ഈ രീതിയിലാണെങ്കിൽ ഞാൻ ആരാണെന്ന് നിന്നെ അറിയിക്കും ഞാൻ. മാഡത്തിന്റെ സംസാരത്തില് ഒരു ഭീഷണിയുടെ സ്വരമുണ്ടോ എന്നൊരു സംശയം. ഭീഷണി തന്നെയാ. നീ ആരാടാ പഞ്ചരത്നത്തിലെ 5 പെമ്പിള്ളേർക്ക്? അവരെ സംരക്ഷിക്കാൻ നീ ആരാ? ഞാൻ ആരുമല്ല, ഒരു പരോപകാരി. അങ്ങനെ കണ്ടാ മതിയെന്നേ. എനിക്ക് വേണ്ടപ്പെട്ട പിള്ളേരാവര്. അവരെ നോക്കാനും സംരക്ഷിക്കാനും ഒക്കെ എനിക്കറിയാം. നിന്റെ മേൽനോട്ടമൊന്നും അവിടെ വേണ്ട. വേണ്ടെങ്കി വേണ്ട, മൊത്തമായിട്ട് നിങ്ങളങ്ങ് ഏറ്റെടുത്തോ. അപ്പോഴും മാഡം ആരാണെന്ന് പറഞ്ഞില്ല. പറയാതെ തന്നെ അറിഞ്ഞോളൂ നീ. മര്യാദയുടെ ഭാഷയിലാ ഇപ്പൊ ഞാൻ പറയുന്നത്. നിന്റെ നിഴൽ വെട്ടം പോലും ഇനി കാണരുത് പഞ്ചരത്നത്തില്. ഇല്ല, കാണില്ല. ഉച്ചയ്ക്കൊരു 12 മണിക്ക് ചെല്ലാം. അപ്പൊ നേരിൽ തീരെ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ പിന്നെ രാത്രി തിരിച്ചു വരാം. അപ്പോഴും നിഴലുണ്ടാവില്ല. വേഷം കെട്ടല്ലേ നീ എന്റെ അടുത്ത്? ഒട്ടും കുറച്ച് കാണണ്ട നീ എന്നെ. നിന്റെ കയ്യിലുള്ള സ്കെയില് പോരാ എന്നെ അളക്കാൻ. മാഡത്തിന് പറ്റിയൊരു സ്കെയില് ഉടനെ തന്നെ ഞാൻ വാങ്ങുന്നുണ്ട്. വാങ്ങേണ്ടി വരും നീ. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, പഞ്ചരത്നത്തിൽ ഇനി നീ ചെല്ലരുത്. അവരെ കാണരുത്. കണ്ടാൽ കാണുന്ന കണ്ണുണ്ടാവില്ല, ഉണ്ണുന്ന കൈ ഉണ്ടാവില്ല, നടക്കുന്ന കാലും ഉണ്ടാവില്ല. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഇത് നിനക്ക് ഞാൻ തരുന്ന താക്കീതാണ്. അനുസരിച്ചാൽ ആയുസ്സിന് നല്ലത്. ഒന്ന് കാണണം, സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ മറ്റൊന്നും ചോദിക്കാതെ നീ പറഞ്ഞെടുത്ത് ഞാൻ വന്നതേ എന്റെ മാന്യത. എന്നെ വ്യക്തമായ കാരണങ്ങളൊന്നും ഇല്ലാതെ ഭീഷണിപ്പെടുത്തി സംസാരിച്ചതിന് നിന്റെ കരണക്കുറ്റിയെ അടിച്ച് പോകേണ്ടതാ, കേട്ടോടി. പക്ഷേ ഈ കാണുന്ന തൊലി വെളുപ്പിനും പ്രൗഢിക്കും അപ്പുറം തുടക്കത്തിൽ നീ ഈ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞ പോലെ നീ ഒരു തനി ലോക്കല. നിന്നെ തല്ലിയാലേ എന്റെ കൈ നാറും, ഞാൻ നാണം കെടും. നീ ഏത് ഭൂലം ദേവിയാണെങ്കിലും എനിക്ക് പുല്ല. നീ പറഞ്ഞ പഞ്ചരത്നത്തിലെ ഞാൻ ഇനിയും പോവും. അവരാവശ്യപ്പെട്ടല്ലേ അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും. പറഞ്ഞ പോലെ എന്റെ കണ്ണോ കൈയോ കാലോ എടുത്ത് കാണിക്കുന്നേ. നീ പെണ്ണാണെന്ന് ഞാൻ സമ്മതിക്കാം. ഇനി പൊക്കോ. ഇത്രയും പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ എന്റെ ഉറക്കത്തിന് തീരെ ഒരു സുഖം കിട്ടില്ലായിരുന്നു. ഇനി പൊക്കോ. എന്ത് പോണില്ലേ? പൊക്കോ.